അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം തന്നെ ലഞ്ചിൻ്റെ പരിപാടിയും കൂടെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ അരിയൊക്കെ കഴുകിങ്ങാണ്ട് ഈസി കുക്കിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഈസി കുക്ക് ഉപയോഗിച്ചിട്ട് കറണ്ട് ബില്ല് കൂടുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കങ്ങനെ കറണ്ട് ബില്ല് കൂടുന്നതായിട്ടും തോന്നിയിട്ടില്ല കേട്ടോ. ഞാൻ ഒരു വർഷം കഴിഞ്ഞു അത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇവിടെ അങ്ങനെ കറണ്ട് ബില്ലൊന്നും കൂടുന്നില്ല. പിന്നെ ഇനിയിപ്പോൾ അതാ ഉച്ചക്ക് കൂട്ടാനായിട്ട് ഉണ്ടാക്കുന്നത് മമ്പയറും മത്തനും കൂടെയാണ് കേട്ടോ. അപ്പോൾ ആദ്യം മമ്പയർ വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താണ് മമ്പയർ എന്ന് വിചാരിക്കേണ്ട കേട്ടോ. നമ്മുടെ വൻപയർ ഉണ്ടല്ലോ, അതിന് നമ്മുടെ നാട്ടിൽ പറയുന്ന പേരാണ് മമ്പയർ. അങ്ങനെ അതൊക്കെ വേവിക്കാൻ വെച്ചതിന് ശേഷം പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തലേദിവസം വാങ്ങിച്ച കുറച്ച് പച്ചക്കറിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഫ്രിഡ്ജിൽ ഓർഗനൈസ് വെച്ച് ഇതിന് ശേഷം പിന്നെ കൂട്ടാനിലേക്കുള്ള മത്തനൊക്കെ ഇട്ടു. ഇനിയിപ്പോൾ എന്താ ഈ കാട്ടണമെന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ. എനിക്കൊരു സാധനം അടുക്കളയിലാണെങ്കിലും എവിടെയാണെങ്കിലും കുറേ കാലം ഒരേപോലെ തന്നെ ഇരിക്കണത് എനിക്കിഷ്ടമല്ല കേട്ടോ. ഞാനത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സ്ഥലം മാറ്റിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എൻ്റെ മാതിരിയുള്ള സ്വഭാവമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ നിന്ന് കമൻറ്റ് ആക്കണേ. പിന്നെ കൂട്ടാനൊക്കെ വന്ന് വന്നപ്പോൾ അതൊക്കെ ഇവാക്ക് ബാഗിലാക്കിയിട്ട് ഓളെ പറഞ്ഞു വിട്ടതിന് ശേഷം പിന്നെയാണ് ഞാൻ ചോറ് ഊറ്റാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ മിനി വ്ളോഗ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ആക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.